കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് വയനാട്, മലപ്പുറം, എറണാകുളം, പത്തനംതിട്ട എന്നീ 5 ജില്ലകൾ. ആകെ 43 നിയമസഭാ സീറ്റുകളുള്ള ഈ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാതെ യുഡിഎഫിന് അധികാരത്തിലെത്തുക ഏറെ പ്രയാസകരമാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഈ ജില്ലകളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏറെ ശ്രദ്ധ നേടുന്നത്. യുഡിഎഫ് നേതൃത്വം മുന്നോട്ടുവെക്കുന്ന കണക്ക് പ്രകാരം ഈ 5 ജില്ലകളും തൂത്തുവാരാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണവർ. അതായത് 43-ൽ 40ഓളം സീറ്റുകൾ വരെ നേടാമെന്ന അവകാശവാദം ഉയരുന്നുണ്ട്. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർ കൂടുതൽ യാഥാർത്ഥ്യപരമായ വിലയിരുത്തലാണ് മുന്നോട്ടുവെക്കുന്നത്. 35 സീറ്റുകൾക്ക് മുകളിൽ നേടിയാൽ മാത്രമേ യുഡിഎഫിന്റെ ഭരണമോഹം യാഥാർത്ഥ്യമാകാൻ സാധ്യതയുള്ളൂ. മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ സ്വാധീനം നിർണായകമാണ്. പതിവുപോലെ ഇവിടെ യുഡിഎഫിന് ശക്തമായ മേൽക്കോയ്മ പ്രതീക്ഷിക്കപ്പെടുന്നു. 12-ൽ 12 സീറ്റുകളും നേടാമെന്ന ആത്മവിശ്വാസം ലീഗ് നേതൃത്വം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ചില മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചതായാണ് റിപ്പോർട്ടുകൾ. എങ്കിലും വലിയ മാറ്റം സംഭവിക്കാത്ത പക്ഷം മലപ്പുറം യുഡിഎഫിന് വലിയ ആശ്വാസമാകും. വയനാട് ജില്ലയിൽ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യം തുടരുന്നതായി കാണുന്നു. കർഷക പ്രശ്നങ്ങൾ, വന്യജീവി ആക്രമണങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഭരണവിരുദ്ധ വികാരത്തെ ശക്തിപ്പെടുത്തിയതായി യുഡിഎഫ് വിലയിരുത്തുന്നു. ഇതോടെ ഇവിടെ ഭൂരിപക്ഷ സീറ്റുകൾ സ്വന്തമാക്കാമെന്ന പ്രതീക്ഷയിലാണ് മുന്നണി. എറണാകുളം ജില്ല യുഡിഎഫിന്റെ ശക്തികേന്ദ്രമായിരുന്നുവെങ്കിലും ഇത്തവണ മത്സരം കടുത്തതാണ്. നഗര ഗ്രാമമേഖലകളിൽ വോട്ടർമാരുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടോ എന്നതാണ് നിർണായകം. വികസന ചർച്ചകളും ഭരണപരമായ വിലയിരുത്തലുകളും ഇവിടെ വോട്ടിംഗ് പാറ്റേണിനെ സ്വാധീനിച്ചിട്ടുണ്ട്. എങ്കിലും യുഡിഎഫ് മുൻതൂക്കം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും നേടാനാകാത്ത പത്തനംതിട്ടയിൽ ഇത്തവണ യുഡിഎഫ് പ്രതീക്ഷയുയർത്തുകയാണ്. ശബരിമല വിഷയവും പ്രാദേശിക പ്രശ്നങ്ങളും രാഷ്ട്രീയ ചർച്ചകളിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കുറഞ്ഞത് 2 മുതൽ 3 സീറ്റുകൾ വരെ നേടാമെന്നാണ് യുഡിഎഫിന്റെ കണക്കുകൂട്ടൽ. ഇടുക്കിയിൽ എൽഡിഎഫിനും യുഡിഎഫിനും തമ്മിൽ ശക്തമായ മത്സരം നിലനിൽക്കുന്നു. കർഷക പ്രശ്നങ്ങൾ, വിലക്കയറ്റം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയാണ് പ്രധാന ചർച്ചാവിഷയങ്ങൾ. ചില മണ്ഡലങ്ങളിൽ യുഡിഎഫിന് അനുകൂലമായ പ്രവണതയുണ്ടെന്ന വിലയിരുത്തലുണ്ടെങ്കിലും എൽഡിഎഫും ശക്തമായ തിരിച്ചടി നൽകാൻ ശ്രമിക്കുന്നു. ഈ 5 ജില്ലകളിലെ ഫലമാണ് കേരളത്തിന്റെ ഭരണഭാവി നിർണ്ണയിക്കാൻ സാധ്യതയുള്ളത്. യുഡിഎഫിന് 35 സീറ്റുകൾക്ക് മുകളിൽ നേടാനായാൽ, അതേസമയം എൽഡിഎഫ് ഇവിടെ വലിയ നഷ്ടം ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. വോട്ടർമാരുടെ അന്തിമവിധി എന്താകുമെന്നറിയാൻ ഇനി കാത്തിരിക്കേണ്ടത് ഫലപ്രഖ്യാപന ദിനം വരെ മാത്രമാണ്. എന്നാൽ ഒരു കാര്യമുറപ്പാണ്, ഈ 5 ജില്ലകളുടെ വിധിയാണ് കേരള രാഷ്ട്രീയത്തിന്റെ ദിശ നിർണ്ണയിക്കുക.